തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സംഭവത്തിൽ അന്വേഷണം രാജ്യാന്തര തലത്തിലേക്കും വ്യാപിപ്പിച്ച് സൈബർ ക്രൈം പോലീസ്. റാൻസംവെയർ വൈറസ് ഉപയോഗിച്ച് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത് 3 രാജ്യങ്ങളിൽ നിന്നാണ് കണ്ടെത്തൽ. അജ്ഞാതന്റെ വിശദാംശങ്ങൾ തേടി തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് റഷ്യൻ സൈബർ വിദഗ്ധരുമായി ബന്ധപ്പെട്ടു. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ഈ റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സംഭവം, അത് എന്നാണ് ഈ ഒരു ഹാക്കിംഗ് ഉണ്ടായത്? ഇത് ആരാണ് ഇത് ഹാക്ക് ചെയ്തത്? സ്വാഭാവികമായും പുറത്തുനിന്നുള്ളവരാകാം. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇക്കാര്യങ്ങൾ ഈ സൈബർ ക്രൈം പോലീസിന് വ്യക്തമായിട്ടുണ്ടോ? ടോം, ഏപ്രിൽ മാസം ആദ്യവാരമായിരുന്നു കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് RCC അധികൃതർ തന്നെ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിനെ വിവരം ധരിപ്പിക്കുകയായിരുന്നു. സൈബർ ക്രൈം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നടത്തിയ പരിശോധനയിൽ ഈ ഹാക്ക് ചെയ്യപ്പെട്ട സിസ്റ്റം അവർ വിശദമായി പരിശോധിച്ചു. അങ്ങനെ പരിശോധിക്കുന്നതിനിടയിലാണ് റാൻസംവെയർ വൈറസ്, അതായത് ഈ മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ സംവിധാനം വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്ന ഹാക്കർമാരാണ് ഇതിന് പിന്നിലെന്ന കാര്യം വ്യക്തമായത്. അങ്ങനെ വിശദമായി പരിശോധനയിൽ റഷ്യയിൽ നിന്നുള്ള ഹാക്കർമാരാണ് ഇതിന് പിന്നിലെന്ന കൃത്യമായ സൂചനകൾ സൈബർ പോലീസിന് ലഭിച്ചു. തുടർന്ന് ഈ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ VPN സംവിധാനം പ്രയോജനപ്പെടുത്തി വിദേശ രാജ്യത്ത് നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന പ്രക്രിയ നടന്നത് എന്ന അന്വേഷണത്തിൽ ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷേ തുടരന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ റഷ്യൻ സൈബർ വിദഗ്ധരുടെയും റഷ്യൻ സർക്കാരിൻ്റെയും കൂടി പിന്തുണ അനിവാര്യമായ ഒരു സാഹചര്യമാണ് നിലവിൽ. അത് സംബന്ധിച്ച കത്ത് സൈബർ ക്രൈം പോലീസ് റഷ്യൻ അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. അവിടുന്ന് തിരികെ ലഭിക്കുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് അതുമായി മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. മോചനദ്രവ്യമായി ഏതാണ്ട് ഡിജിറ്റൽ കറൻസി രൂപത്തിൽ 35 ലക്ഷം രൂപ വിലമതിക്കുന്ന ബിറ്റ്കോയിൻ ഇവർക്ക് കൈമാറേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ബിറ്റ്കോയിൻ സ്വന്തമാക്കിയാൽ അത് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഡിജിറ്റൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തിനിടയിലാണ് റഷ്യയിൽ നിന്നാണ് ഈ ഹാക്കർമാർ ഇത്തരത്തിൽ ഈ RCCയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിരിക്കുന്നത് എന്ന ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം തന്നെയാണ് സൈബർ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ആരുടെയെങ്കിലും സഹായം, അതായത് ഈ രാജ്യാന്തര സൈബർ തട്ടിപ്പ് സംഘമാണ് ഇതിന് പിന്നിൽ, ഈ ഹാക്കിങ്ങിന് പിന്നിൽ എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? പക്ഷെ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ രോഗികളുടെ വിവരങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ആശുപത്രിയുടെ വിവരങ്ങൾ ശേഖരിക്കുക, അതായിരുന്നോ? അതോ പണം തട്ടുക മാത്രമായിരുന്നോ ഈ തട്ടിപ്പ് സംഘത്തിന്റെ, ഈ ഹാക്കിംഗ് സംഘത്തിന്റെ ഉദ്ദേശം? അവരുടെ ലക്ഷ്യമാണ് ഞാൻ ആദ്യം വിശദീകരിച്ചത്, പണം കൈപ്പറ്റുക. അതിനെയാണ് നമ്മൾ റാൻസംവെയർ വൈറസ് എന്ന് പറയുന്നത്. അതായത് മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ടോമിന്റെ വെബ്സൈറ്റ് വേണമെങ്കിൽ ടോമിന്റെ വെബ്സൈറ്റോ മറ്റ് ഏത് സ്വകാര്യ വ്യക്തിയുടെ വെബ്സൈറ്റ് വേണമെങ്കിൽ അങ്ങനെ ഹാക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനം നേരത്തെ മുതൽ നിലനിൽക്കുന്നതാണ്. അവിടെ RCC ഒരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. നാളെ നമ്മളിത് വാർത്തയാക്കിയത് അത് RCC ആയതുകൊണ്ടാണ്. ഏത് സ്വകാര്യ വ്യക്തിയുടെയും വെബ്സൈറ്റ് സമാനമായ തരത്തിൽ ഹാക്കർമാർക്ക് ഹാക്ക് ചെയ്യാനുള്ള സംവിധാനം നിലവിലുണ്ട്. അങ്ങനെ ഹാക്ക് ചെയ്യാതിരിക്കപ്പെടണമെങ്കിൽ കൃത്യമായി സർക്കാർ തലത്തിൽ തരുന്ന സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാൻ നമ്മൾ തയ്യാറാക്കണം. പ്രധാനമായി പോൺ സൈറ്റുകളിലേക്ക് ടാഗ് ചെയ്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള ഈ റാൻസംവെയർ വൈറസ് ടാഗ് ചെയ്യുന്നത്, അത് ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരം സൈറ്റുകളിലേക്ക് അനധികൃതമായി കടന്നു കയറുന്നതിലൂടെയാണ് സ്വാഭാവികമായി സ്വകാര്യ വ്യക്തികളുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ പലതവണ, അതായത് സുരക്ഷിതമല്ലാത്ത ലിങ്കുകൾ ഓപ്പൺ ചെയ്യരുത്, മെയിലുകൾ ഓപ്പൺ ചെയ്യരുത് എന്നതടക്കമുള്ള മുൻകരുതലുകൾ ഏറെ വർഷങ്ങളായി തന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴും ആ സുരക്ഷാ മുന്നറിയിപ്പുകളൊക്കെ പാടെ തള്ളുന്ന തരത്തിൽ കൃത്യമായി പ്രൊഫഷണൽ സഹായം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഹാക്കർമാർ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തുടരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. RCCയിലും സംഭവിച്ചത് അത് തന്നെയാണ്. നേരത്തെ ISROയുടെ വെബ്സൈറ്റ് സമാനമായ തരത്തിൽ ഹാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടന്നിരുന്നു. ആ സമയത്ത് സൈബർ വിദഗ്ധരുടെ സഹായത്തോടെയാണ് ആ വെബ്സൈറ്റിന്റെ പ്രവർത്തനം വീണ്ടെടുക്കാനായത്. സമാനമായ തരത്തിലാണ് RCCയിലും ഈ ഹാക്കർമാർ നുഴഞ്ഞു കയറിയത്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം, രോഗികളുമായി ബന്ധപ്പെട്ട ഡേറ്റാബേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ചോർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നോ എന്ന പ്രധാനപ്പെട്ട ആശങ്ക ആദ്യഘട്ടം മുതൽ ഉയർന്നിരുന്നു. പക്ഷേ അത്തരത്തിൽ ഡേറ്റ ചോർച്ച ഒന്നും ഉണ്ടായിട്ടില്ല എന്നും
ഡിനൈൽ ഓഫ് സർവീസ് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുക മാത്രമാണ് സംഭവിച്ചിരിക്കുന്നതുമാണ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താനായത്. അതോടൊപ്പം ഈ RCCയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത് ഈ RCCയുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദിവസേനയുള്ള വിവരങ്ങൾ ബാക്കപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം RCC തന്നെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. ആ സംവിധാനം നിലനിന്നിരുന്നത് കൊണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതിന് തൊട്ട് തലേ ദിവസം വരെയുള്ള എല്ലാ വിവരങ്ങളും ബാക്കപ്പായി സ്റ്റോർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ഹാക്ക് ചെയ്ത സിസ്റ്റം മാറ്റി അതിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാൻ RCCയുടെ അധികൃതർക്ക് കഴിഞ്ഞതും. എന്തായാലും ഇത് പൊതുജനങ്ങൾക്കുള്ള വലിയൊരു മുന്നറിയിപ്പ് കൂടിയായി മാറുകയാണ്. റഷ്യയിൽ നിന്നടക്കമുള്ള ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള ഹാക്കർമാരാണ് ഇത്തരത്തിൽ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുന്നത്. സ്വാഭാവികമായി സ്വകാര്യ വ്യക്തികൾക്ക് വാട്സപ്പിലേക്ക് ലിങ്കുകൾ അയച്ചു നൽകിയും ഇമെയിലുകളിലേക്ക് ഇമെയിൽ സന്ദേശം നൽകിയുമാണ് ഇതിൻ്റെ ടാഗുകൾ വരുന്നത്. നമ്മളത് ഓപ്പൺ ചെയ്ത് ഈ സൈറ്റിലേക്ക് കയറുമ്പോഴാണ് ഇഞ്ചക്ട് ചെയ്യപ്പെട്ട ഈ റാൻസം വൈറസ് നമ്മുടെ വെബ്സൈറ്റിനെ കൃത്യമായി തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പിന്നീട് അവർ ആവശ്യപ്പെടുന്ന മോചനദ്രവ്യം നൽകിയാൽ മാത്രമേ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ എത്തുകയുള്ളൂ. ഇതാണ് ഇവരുടെ ഒരു പ്രവർത്തന ശൈലി. ഡാൻ, ഇപ്പോൾ 3 രാജ്യങ്ങളിൽ നിന്നാണ് ഈ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതെന്നാണ് നിലവിൽ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതിൽ ഈ റഷ്യൻ സൈബർ വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ട് കേരളത്തിലെ സൈബർ ക്രൈം പോലീസ്. ഈ ഹാക്കർമാരെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമാണോ? വലിയ സങ്കീർണമായ ദൗത്യമായി മാറും. IP സ്കൂപ്പിംഗ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സ്കൂപ്പിംഗ് എന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഈ പ്രൊഫഷണൽ ഹാക്കർമാർ പ്രയോജനപ്പെടുത്തിയിരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അവർ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ നുഴഞ്ഞു കയറിയിരിക്കുന്നതെങ്കിൽ ഇതാരാണ് എന്ന് കണ്ടെത്താൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ടാകും. പിന്നെ ഏക പോംവഴി എന്ന് പറയുന്നത് ഈ VPN സേവനം, അതായത് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, ഈ സേവനം സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് നൽകുന്നത്. ആ സർവീസ് പ്രൊവൈഡേഴ്സ് ആരാണ് എന്ന് കണ്ടെത്തിയാൽ ആരുടെ കമ്പ്യൂട്ടറിൽ നിന്നാണ് ഇത് ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ വിശദാംശങ്ങൾ നമ്മുടെ സൈബർ പോലീസിൽ ലഭ്യമാകും. പക്ഷേ ഈ VPN സംവിധാനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് വിദേശത്ത് നിന്നാണ്, പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നാണെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് റഷ്യയിൽ നിന്നുള്ള സർവീസ് പ്രൊവൈഡേഴ്സിന്റെ സഹായം ഉണ്ടായെങ്കിൽ മാത്രമേ ആരാണ് ഇത് ഹാക്ക് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ ധാരണ ലഭിക്കുകയുള്ളൂ. സ്വാഭാവികമായി നമ്മുടെ രാജ്യത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ലാത്തതിനാൽ നിയമപരമായ വെല്ലുവിളികൾ, സങ്കീർണതകളൊക്കെ അവിടെ ബാക്കിയാകും. സ്വാഭാവികമായി ഇന്ത്യക്ക് റഷ്യയുമായി നീണ്ടു നിൽക്കുന്ന ദീർഘവർഷങ്ങളുടെ നയതന്ത്ര ബന്ധമുണ്ട്. ആ ബന്ധമൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്വാഭാവികമായി ഇപ്പോൾ അയച്ചിരിക്കുന്ന ഈ കത്തിന് അവിടെ നിന്ന് ലഭിക്കുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, രാജ്യത്തിനകത്ത് നിന്ന്, ഇന്ത്യക്കകത്ത് നിന്ന് ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് സൈബർ പോലീസിന്റെ വിലയിരുത്തൽ. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സംഭവത്തിലാണ് സൈബർ ക്രൈം പോലീസ് അന്വേഷണം രാജ്യാന്തര തലത്തിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഡാൻ കുര്യൻ സൂചിപ്പിക്കുന്നത് പോലെ ഇത് സാധാരണക്കാരായ ഓരോ വ്യക്തികളും ജാഗ്രതയോടെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ പല വെബ്സൈറ്റുകളും ഉപയോഗിക്കാറുണ്ട്, സ്വകാര്യ വെബ്സൈറ്റുകളുണ്ട്, പല സ്ഥാപനങ്ങൾക്ക് വെബ്സൈറ്റുകൾ. പക്ഷെ അനാവശ്യമായി വരുന്ന മെയിലുകൾ ഓപ്പൺ ചെയ്താലോ മറ്റ് നിയമവിരുദ്ധമായിട്ടുള്ള വെബ്സൈറ്റുകൾ പോയി സന്ദർശിച്ചാലോ ഇതുപോലുള്ള ഹാക്കിങ്ങിനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല സൈബർ ക്രൈമുകൾ കേരളത്തിൽ, രാജ്യത്ത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ മാത്രം ഒരു മാസം 100 കോടിയിലധികം രൂപ സൈബർ തട്ടിപ്പിലൂടെ കവരുന്നുണ്ട്. ഈ സംഘത്തിൻ്റെയും ഈ ഹാക്കിംഗ് സംഘത്തിൻ്റെയും ലക്ഷ്യം പണം തട്ടുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ സൂക്ഷിച്ചാൽ, അതായത് ഈ സോഷ്യൽ മീഡിയകൾ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ സൂക്ഷിച്ചാൽ, ജാഗ്രതയോടെ ഇരുന്നാൽ ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്നും സൈബർ തട്ടിപ്പുകളിൽ നിന്നുമൊക്കെ രക്ഷ നേടാൻ കഴിയും. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്.